ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 3 കാറ്റഗറി നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബട്ടൺ ഹില്ല് നമ്മുടെ തിരുവനന്തപുരമാണിത്. രണ്ടാമത്തെ നമ്മുടെ സിയാലിൻ്റെ നോട്ടിഫിക്കേഷൻ. സിയാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ സിയാൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് HALൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. HALൻ്റെ തന്നെ നമുക്ക് 4 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ടോട്ടൽ നമുക്ക് 4 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ITI കഴിഞ്ഞവർക്ക്, ഒന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്ക്, ഒന്ന് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, ഒന്ന് നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനുള്ളതാണ്. ഓക്കെ, അങ്ങനെ 4 നോട്ടിഫിക്കേഷനാണ് നമുക്ക് HALൻ്റെ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ പറയുന്ന സിയാലിൻ്റെയും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ഉണ്ട്. അപ്പോൾ HALൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്രൻറ്റിഷിപ്പ് വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് സ്റ്റൈപ്പൻറ്റും പ്ലസ് അക്കോമഡേഷനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സദേൺ റീജിയൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷാ ഫീസോ അതുപോലെ തന്നെ യാതൊരുവിധ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. ബാക്കി രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്ത് ജോയിൻ ബട്ടൺ ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസിനുള്ള സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ റീസെൻ്റായി ചെയ്ത വീഡിയോസ് കാണാം. അതിലുപരി നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസും കാണാനുള്ള അവസരമുണ്ട്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ HALൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിൽ നമ്മൾ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. കൂടെ കാണാം 9/6/2026 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് അപ്ലൈ ആവുന്നത്. നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സദേൺ റീജിയനിലേക്കാണ്. നിങ്ങൾക്ക് സദേൺ റീജിയൻ്റെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ BA, BSc, BCom, BBA, BCA. അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിനാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. BA എക്കണോമിക്സോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സോഷ്യോളജിയോ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ കന്നഡ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ ഈ BA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് വേക്കൻസി ഇന്നതാണെന്നൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഏവിയേഷൻ അത്യാവശ്യം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BCom കൊമേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഫൈനാൻസ്, ഈ പറയുന്ന സ്പെഷ്യലൈസേഷനോട് BCom കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി HR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ഫൈനാൻസ്, ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ITയിൽ BCA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വോക്ക് ഇൻ സെലക്ഷനാണ്. 19/6/2025. ഇത് തെറ്റായി പ്രിൻറ്റ് ചെയ്തതായിരിക്കാം. നമുക്ക് 2026 ഇവിടെ വരേണ്ടത്. 19/6/2026 നിങ്ങൾക്ക് ഇതിൻ്റെ വോക്ക് ഇൻ സെലക്ഷൻ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയട്ടോ. അപ്പോൾ ഇതിൽ വെന്യൂ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കാണാം, സുരഞ്ജൻ ദാസ് റോഡ്, ബാംഗ്ലൂരാണ്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഡയറക്റ്റ്. നിങ്ങൾക്കതിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. കാരണം ദൂരേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്ത് പോകണ്ടേ. അപ്പോൾ അവിടെ എന്തെങ്കിലും കാരണവശാൽ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് വിളിച്ചിട്ട് നിങ്ങൾ പോകാട്ടോ, പോകുന്നതിൻ്റെ തലേന്നൊക്കെ ആയിട്ട്. പിന്നെ 8 to 11 നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം വരുന്നത്. അപ്പോൾ ഈ പറയുന്ന നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, BA, BCom, BSc അങ്ങനെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സ് 1/8/2021 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ കഴിഞ്ഞതായിരിക്കണം. 2020 2019 ഒന്നും കോഴ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1/8/2021 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കുക. പിന്നെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയാം. കോമൺ ആയിട്ട് ഇതിലേക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് 12,300 പെർ മന്ത്. ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. സബ്സിഡൈസ്ഡ് ഫുഡ് കാര്യങ്ങളുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളോ ഇൻ്റർവ്യൂ ഒന്നുമില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ സ്ഥലത്ത്, അതായത് വോക്ക് ഇൻ സെലക്ഷന് നമ്മൾ എത്തുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളതൊക്കെ ഞാൻ മറ്റു നോട്ടിഫിക്കേഷൻ്റെ കൂടെ കോമൺ ആയിട്ട് പറയാം. കാരണം അതൊക്കെ സെയിം ആണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രാജുവേറ്റിൻ്റെ പറഞ്ഞു, നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ പറഞ്ഞു. അടുത്തത് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഏതൊക്കെ ഡിസിപ്ലിനാണ് വേക്കൻസി എന്നുള്ളത്. അപ്പോൾ BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളാണ്. അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിൻ, എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BA or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഓരോ ഡിസിപ്ലിൻ വൈസ് ഡേറ്റ് ആട്ടോ. ഈ പറയുന്നവർക്ക് 22/6 വോക്ക് ഇൻ സെലക്ഷൻ ഉള്ളത്. വെന്യൂ സെയിം ആണ്.
പക്ഷെങ്കിലും ഡേറ്റ് വ്യത്യാസമുണ്ട്. മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മെക്കട്രോണിക്സ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ഇവർക്ക് 23/6, ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് 24/6, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് 25/6, പിന്നെ സിവിൽ ഓർ കെമിക്കൽ ഉള്ളവർക്ക് 26/6. ഈ പറയുന്ന ഡേറ്റുകളിലാണ് നിങ്ങൾ വോക്ക് ഇൻ സെലക്ഷൻ ഈ പറയുന്ന വെന്യൂവിലാണ് എത്തിച്ചേരേണ്ടത്. ഫോൺ നമ്പറോടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 8 മണി മുതൽ 11 മണിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് ടൈമാണ്. പിന്നെ ഇതിലും നമുക്ക് കോമൺ ആയിട്ട് ആ കാര്യം ഇവിടെ ബാധകമാണ്. 1/8/2021 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. അതല്ലാതെ അതിന് 2019, 20, 18 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അപ്രൻറ്റീഷിപ്പിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു നിയമമാണ്. അതായത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒന്നും പിന്നിട്ട് പോകരുത് എന്നുള്ളത് പ്രത്യേകം പറയാറുണ്ട്. അതാണ് ആ സംഭവം. പിന്നെ ഇതിലേക്ക് സ്റ്റൈപ്പൻ്റ് എമൗണ്ട് 12,300. പിന്നെ സബ്സിഡീസ്, ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങളുണ്ട്. ഇതിലേക്കും എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് നമ്മൾ വീഡിയോയുടെ ഈ പറയുന്ന HLൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് പാർട്ട് പറയാം. ഇനി അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ്. നിങ്ങൾക്കൂടെ കാണാം. ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഇതൊക്കെ സദേൺ റീജിയൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്കൂടെ കാണാം. ഇതും വോക്ക് ഇൻ സെലക്ഷൻ തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് സെയിം ആണ്. നമുക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വോക്ക് ഇൻ സെലക്ഷൻ നടക്കുന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വോക്ക് ഇൻ സെലക്ഷൻ നടക്കുന്നത്. ഡേറ്റ് വ്യത്യാസമുണ്ട്. 18/6/2026 ഈ പറയുന്ന എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് അല്ലെങ്കിൽ ഏവിയേഷൻ, ഏവിയോണിക്സ് ഇതിലേതെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എയർക്രാഫ്റ്റ്, മെക്കാനിക്കൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18/6/2026 അപ്ലൈ ചെയ്യാൻ മീൻസ് വോക്ക് ഇൻ സെലക്ഷനിൽ പങ്കെടുക്കാം. 18/6/2026 8 to 11 ഇടയിൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇതിലും നമുക്ക് ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1/8/2021 പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നിങ്ങൾ പാസ് ഔട്ട് ചെയ്യാനാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. അതല്ല അതിന് മുൻപ് പാസ് ഔട്ടായി ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല. 10,900 ഇതിൻ്റെ സ്റ്റൈപ്പൻ്റ് എമൗണ്ട്. ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. സബ്സിഡൈസ്ഡ് ഫുഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ 3 നോട്ടിഫിക്കേഷൻ പറഞ്ഞു. അതായത് ഒന്ന് നമ്മൾ നോൺ എഞ്ചിനീയറിംഗ് പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ എഞ്ചിനീയറിംഗ് പറഞ്ഞു, മൂന്നാമത്തെ നമ്മൾ ഡിപ്ലോമ പറഞ്ഞു. ഈ ITIൻ്റെ പറയാണ്ട്. അപ്പോൾ ഈ 3 നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞ എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ്, അതുപോലെ ഡിപ്ലോമ, ഈ 3 ഒരേ രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ. അത് മീൻസ് അതിൻ്റെ ഒരു വോക്ക് ഇൻ സെലക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ കോമൺ ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപേക്ഷയായിട്ടും കൊടുക്കൊന്നും വേണ്ട. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന നാറ്റ്സ്, ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് www.mhrd.nats.government.in എന്ന് പറയുന്നത്. ഇതാണ് അപ്രൻറ്റീഷിപ്പ് പോർട്ടലാണ്. ഈ അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ രജിസ്റ്റർ ചെയ്തതിന് തെളിവായിട്ട് നിങ്ങൾ അതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ വോക്ക് ഇൻ സെലക്ഷന് പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. അത് ഈ പറയുന്ന 3 കാറ്റഗറി അപ്രൻറ്റീഷിപ്പ്, ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും, ഇനി നമ്മൾ നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള BA, BSc, BCom, BBA കഴിഞ്ഞവരാണെങ്കിലും, ഇനി BA or BTech കഴിഞ്ഞവരാണെങ്കിലും, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് മുൻകൂട്ടിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. നാറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഫൈൽ 100% ആക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് 100% ആക്കുക. എന്നിട്ട് അത് നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അത് നമ്മൾ എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ ഡേറ്റ് ഇവിടെ പറഞ്ഞില്ലേ, അതത് കാറ്റഗറിയിൽ അതത് ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകൾ നമ്മൾ വോക്ക് ഇൻ സെലക്ഷൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് എന്തായാലും 10th സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണം. ഇനി ഡിഗ്രിയോ ഡിപ്ലോമ ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്, ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ മതി. ഇനി നിങ്ങൾക്ക് ഗ്രേഡ് പോയിൻ്റ് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ പെർസെൻറ്റേജ് ആക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നിർബന്ധമല്ല. അധികവും നമ്മുടെ ഒരു 98 അല്ലെങ്കിൽ 95% നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നിന്നുണ്ടായിരിക്കും. നമുക്ക് CGP ആണ് തന്നതെങ്കിലും അതിനെ പെർസെൻറ്റേജ് ആക്കാനുള്ള ഫോർമുല ഉണ്ടാവും. അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ആ ഫോർമുല അതിലുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പെർസെൻറ്റേജ് ആക്കുന്ന രീതി അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. ഇങ്ങനെയാണ് നമ്മുടെ പെർസെൻറ്റേജിലേക്ക് നമ്മുടെ ഇത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ SC, OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി വിദ്യാർത്ഥികളൊക്കെ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവർക്ക് റിസർവേഷനൊക്കെ ആവശ്യമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മൾ പറയുന്ന നാറ്റ്സ് പോർട്ടലിൽ, അതായത് നമ്മൾ ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമ്മൾ അതിൻ്റെ പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ നമ്മളതിൽ രജിസ്റ്റർ ചെയ്തതിന് തെളിവിനായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് വേണം, അതോടൊപ്പം ഒറിജിനലും വേണം, 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫും അതിൻ്റെ കൂടെ എക്സ്ട്രാ വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻസുമായിട്ട്
ആയിട്ടാണ് നമ്മൾ എന്തിനു പോകേണ്ടത്? ഈ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പ്, അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് ബി ഓർ ബി ടെക് കഴിഞ്ഞവരാണെങ്കിലും, ഇനി നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള BSc BCom BBA ഒക്കെ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന വോക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ കോമൺ ആയിട്ട് എല്ലാം കൂടെ കോമൺ ആയിട്ട് പറഞ്ഞാണ്, ഓരോ നോട്ടിഫിക്കേഷൻ വെച്ച് നമ്മൾ വെറുതെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് അതിലെവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നാറ്റ്സിലേക്ക് ഉള്ള ലിങ്ക് ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് കൊടുക്കും. അപ്ലൈ ആവുന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പേജിലേക്കാണ് നിങ്ങൾ വരിക, HL India എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ കണ്ടോ, ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്ത് റീഡ് ചെയ്യാം. ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, നോൺ എഞ്ചിനീയറിംഗ്, അതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇനി അപ്രൻറ്റിഷിപ്പ് പോർട്ടൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാറ്റ്സ് കണ്ടോ, ഇതാണ് നാറ്റ്സ് എന്ന് ഞാൻ ഓപ്പൺ ആയി കാണിക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. ഇപ്പോൾ നാറ്റ്സ് നാഷണൽ അപ്രൻറ്റിഷിപ്പിൻ്റെ ഒരു പോർട്ടലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ റെഗുലർ സ്റ്റുഡൻറ്റ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ എത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, പിന്നെ അപ്പർ ഐ ഡി നമുക്ക് അപ്പർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് അപ്പർ ഐ ഡി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡിജിലോക്കറായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, അതായത് കമൻറ്റായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇത് 3 ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ, നമുക്ക് സിസ്റ്റം ഭയങ്കര ഹാങ് ആവും. എന്നിട്ട് നമുക്ക് ITൻ്റെ പറയാം. ഓക്കെ, അപ്പോൾ ITൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ ഗ്രാജുവേറ്റ് അതുപോലെ ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് വോക്ക് ഇൻ സെലക്ഷനിൽ പോയാൽ മതി. ഇനി ITൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇതും നമ്മുടെ ജൂൺ 3 വന്നിരിക്കുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ജൂൺ 3 വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. യെസ്, XIT. അപ്പോൾ ഈ പറയുന്ന ട്രേഡുകളിൽ അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ കോരപ്പുട്ട് ഡിവിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, പിന്നെ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, ഫൗണ്ടറിമാനും അതുപോലെ തന്നെ ഫോജർ ആൻഡ് ഹിറ്റ് റീറ്റർ, ഈ പറയുന്ന ട്രേഡുകളിലേക്കായിട്ടാണ് നിലവിൽ വാക്കൻസി വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് IT ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് IT, ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് IT ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഏജ് ലിമിറ്റ് 23 വയസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അങ്ങനെയുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് അവിടെ പ്രശ്നമല്ല. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2021 എന്ന് പറഞ്ഞ ഡേറ്റ് തന്നല്ലോ, ഒരു ഡേറ്റ് തന്നു. ഓക്കെ, ആ ഡേറ്റിനോ അതിന് ശേഷമോ നമ്മൾ പാസ് ഔട്ട് ആയവരായിരിക്കണം. അതിന് മുൻപ് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഏജ് എന്തല്ല ആപ്ലിക്കബിൾ അല്ല, അതാണ് അവിടെ നോക്കേണ്ടത്. പക്ഷേ ITയുടെ കാര്യത്തിൽ ഏജ് ഉണ്ട്, 23 വയസ്സിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 30/6/2026 കണക്കാക്കി 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 28 വയസ്സ് വരെയും, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, നാപ്സിൽ NAPSൽ നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, 100% ആക്കണം. ഓക്കെ, നാപ്സിൽ കയറി, ഇതാണ് പോർട്ടൽ. ഈ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, 100% ആക്കണം. പിന്നെ ഇതിൽ സ്റ്റൈപ്പൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് 9,000 മുതൽ 15,500 ഡിപ്പെൻസ് ഓൺ നമ്മുടെ ട്രെയിനിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് സബ്സിഡൈസ്ഡ് ലഞ്ച് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലും ഉണ്ടായിരിക്കും. ഡിപ്പെൻസ് ഓൺ എന്താണ് അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10th മാർക്കും നമ്മുടെ ITയുടെ മാർക്കും നോക്കി അതിന് വെയിറ്റേജ് കൊടുത്തതിന് 70 to 30 ആണ്. ഈ രീതിയിൽ വെയിറ്റേജ് എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്, ഇമെയിൽ വഴിയാണ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ITയുടെ കാര്യമാണ്. ITൻ്റെ കാര്യം വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ്, ITI മാർക്ക് ഷീറ്റ്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST OBC
അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ളതായിരിക്കണം. പിന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഫിസിക്കലി നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ കൊണ്ടു കൊടുക്കാം, അതല്ലെങ്കിൽ ബൈ പോസ്റ്റായിട്ടും കൊടുക്കാം. പോസ്റ്റ് ഓർഡിനറി സ്പീഡ് രജിസ്റ്റേഡ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അയക്കാവുന്ന അഡ്രസ്സ് ഇതാണ്, ചീഫ് മാനേജർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒഡീഷ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അഡ്രസ്സിലേക്കാണ് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം അയച്ചു കൊടുക്കേണ്ടത്. അപേക്ഷാ ഫോമിൻ്റെ പുറത്ത് നമ്മൾ എൻവലപ്പ് ഉണ്ടാവില്ല, പോസ്റ്റൽ കവർ, ഈ പോസ്റ്റൽ കവറിൻ്റെ ബോളിൽ ഈ വാചകം എഴുതാൻ മറക്കരുത്, നാപ്സ് ആപ്ലിക്കേഷൻ എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് നാപ്സ് ആപ്ലിക്കേഷൻ എന്ന് എഴുതാനും മറക്കരുത്. ഓക്കെ, നാപ്സ് ആപ്ലിക്കേഷൻ എന്ന് എഴുതാൻ മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ഫ്രമും ടു ഒക്കെ എഴുതില്ല, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വലിയതാക്കിയിട്ട് നാപ്സ് ആപ്ലിക്കേഷൻ എന്ന് എഴുതുക. ഇത് അവിടെ എത്തേണ്ട അവസാന തീയതി 30/6/2026. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ IT യുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യണം പോസ്റ്റലായിട്ട്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, നോൺ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ജസ്റ്റ് വാക്ക് ഇൻ സെലക്ഷനാണ്. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ട് അതൊന്ന് വിളിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഏകദേശം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നമ്മൾ ഓക്കെയാണ്. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓക്കെ ആയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകുന്ന ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾ സെലക്ട് ആയാൽ മാത്രം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, ആ സമയത്ത് പോയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യമാണ്. അപ്പോൾ IT യിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ലിങ്ക് ഇതാ അവിടെ IT എന്ന് കാണാം. ഈ IT യിൽ ക്ലിക്ക് ചെയ്താൽ IT യുടെ നോട്ടിഫിക്കേഷൻ കാണാം. IT യുടെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. വളരെ സിമ്പിൾ ഒരു ഫോമാണ്. ഓക്കെ, ഈ ഒരു ഫോം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ്. യെസ്, ഇവിടെ കണ്ടൊരു ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വളരെ സിമ്പിളായിട്ട് ഫോം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് പോസ്റ്റലായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ഒക്കെ വെച്ച് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ അപ്രൻറ്റീഷിപ്പ് പോർട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാപ്സ് ഇതാണ്. നാപ്സിൽ നമ്മൾ 100% ആക്കണം കേട്ടോ. നാപ്സിൽ നിങ്ങൾ 100% ആക്കണം നിങ്ങളുടെ പ്രൊഫൈൽ. നാപ്സ് അറിയാത്തവരുണ്ടാവില്ല, IT കഴിഞ്ഞവരാണെങ്കിൽ ലോഗിൻ ആസ് എ കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ലോഗിൻ ചെയ്യാത്ത, അതായത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ട് IT സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്ത് IT യുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ മീൻസ് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് 100% ആക്കുക. നിങ്ങളെല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് 100% ആക്കുക, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വീഡിയോയിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ 4-5 നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് അപ്ലോഡിങ് ടൈമൊക്കെ വളരെ വലിയൊരു സമയം വേണം നമ്മളിത് അപ്ലോഡ് ചെയ്യണമെങ്കിലൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അത് കറക്റ്റ് ടൈമിന് എത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു സിംഗിൾ വീഡിയോ നമ്മളിത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിംഗിൾ വീഡിയോയിലാക്കുമ്പോൾ എന്താ വെച്ചാൽ റെക്കോർഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും, ഏതാ പറഞ്ഞത് ഏതാ പറയാത്തത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആശങ്കകൾ നമുക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഇനി അതായത് ഒക്കെപാടെ കൺഫ്യൂഷൻ ആവില്ല എന്ന് വിചാരിക്കുന്നു. ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഞാൻ മതി. ഇനി അടുത്ത് നമ്മൾ പറയാനുള്ളത്, നമുക്ക് 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഞാൻ ഇതിൽ തന്നെ തന്നിരിക്കുന്നത് HLൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഇവിടെ താഴെയാണ് തന്നിരിക്കുന്നത്, സിയാലിൻ്റെ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇല്ലേ, അതിൻ്റെ താഴെ തന്നെ ഇങ്ങോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ അവിടെ കാണാം സിയാൽ. അപ്പോൾ ആദ്യം ഞാൻ സിയാൽ ഇവിടെ ഓപ്പൺ ആക്കി കാണിക്കാം. ഓക്കെ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ. അപ്പോൾ അതിൻ്റെ കരിയർ സെക്ഷനിലേക്കാണ് വന്നത്. ഇവിടെ പ്ലാന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്ലാന്റ് എഞ്ചിനീയർ കോൺട്രാക്ട് ബേസിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി BR BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BR BTech 60% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ കഴിഞ്ഞിട്ടാണെങ്കിൽ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതിൽ തന്നെ 1 വർഷം നിങ്ങൾക്ക് സോളാർ പവർ പ്ലാന്റുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ BR BTech ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതിൽ 1 വർഷം സോളാർ പവർ പ്ലാന്റുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇതിലേക്ക് നമ്പർ ഒരു വേക്കൻസി നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസിയേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് വന്നിരിക്കുന്നത്. 3/6/2026 മുതൽ 17/6/2026 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 40,000 പെർ മന്ത്, പിന്നെ PF മറ്റ് മെഡിക്കൽ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ മെത്തേഡ് ഓഫ് ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 മാർച്ച് കണക്കാക്കി 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് അവർ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫയൽ സൈസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോമൺ ആയിട്ട് അപ്ലൈ നൗ എന്ന് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ HLൻ്റെ ഇതിലേക്കാണ് വരിക. HLുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ പറയില്ലേ 4 നോട്ടിഫിക്കേഷൻ അത് ഇതിലുണ്ട്. പ്ലസ് കണ്ടോ, HLുമായി ബന്ധപ്പെട്ട് 4 നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ITക്ക് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ഈ പറയുന്ന കാറ്റഗറിക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വോക്കിൻ സെലക്ഷനിൽ പോയാൽ മതി. പിന്നെ അപ്രൻറ്റിഷിപ്പ് പോർട്ടൽ ഞാൻ പരിചയപ്പെടുത്തി. അതും കഴിഞ്ഞ് താഴോട്ട് വന്നാൽ സിയാലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോർട്ടലിലേക്ക് എത്തും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അത്. പിന്നെ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത്
ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ 3 നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. മലയാളം നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോക്കാം. അപ്പോൾ അത് 8/6/2026 വന്ന നോട്ടിഫിക്കേഷനാണ്. 8/6/2026 തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്കാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ കിച്ചൺ ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. താൽക്കാലിക ഒഴിവാണ്. 6 ഒഴിവുണ്ട്. 8ാം ക്ലാസ് ആണ് യോഗ്യത. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത 8ാം ക്ലാസ് ആണ്. 40 to 60 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കുള്ള മാക്സിമം അതിലേക്ക് അയച്ചു കൊടുക്കാം. വോക്കിൻ ഇൻ്റർവ്യൂ ആണ്. വോക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂൺ 17 കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജിൽ വെച്ചിട്ട് തന്നെയാണ്. ഈ പറയുന്ന തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ്. ഗവൺമെൻറ് കോളേജാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന 17/6/2026 ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇൻ്റർവ്യൂ. ആ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രവൃത്തി പരിചയം, അതുപോലെ തന്നെ പ്രവൃത്തി പരിചയം അഭിലഷണീയം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവ അസൽ രേഖകളും അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ ആയിട്ട് 17/6/2026 ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജിൻ്റെ ഓഫീസിലാണ് എത്തിച്ചേരേണ്ടത് കേട്ടോ. ഇതിലതിന് മുൻകൂട്ടിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് ജസ്റ്റ് ഞാനവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ എടുക്കാം. ഓക്കെ, ഡോണ്ട് സേവ്. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഈ കോളേജിലുള്ള വേക്കൻസികളാണ്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാം. 5/6/2026 വന്ന നോട്ടിഫിക്കേഷനാണ്. ഇതും നമുക്ക് ഈ പറയുന്ന കോളേജിൽ തന്നെയാണ്. വീണ്ടും ഞാൻ വായിക്കുന്നില്ല. ഇത് വനിതാ ഹോസ്റ്റലിലേക്കാണ്. ദിവസവേതനാടിസ്ഥാനത്തിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്ക് എന്നുള്ള താൽക്കാലിക ഒഴിവിലേക്കാണ്. 60 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം. ഏതെങ്കിലും 8ാം ക്ലാസ് ആണ് യോഗ്യത. മിനിമം യോഗ്യത 8ാം ക്ലാസ് ആണ്. കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാറ്ററിംഗ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്ക് തസ്തികയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാറ്ററിങ്ങിലോ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിലോ എന്താണ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്ക് തസ്തികയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് വേണം. പ്ലസ് 8ാം ക്ലാസ്സും പാസ്സായിരിക്കണം മിനിമം എന്നുള്ളതാണ്. 10ാം ക്ലാസ്സുള്ളവർക്കോ പ്ലസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വോക്കിൻ ഇൻ്റർവ്യൂ 18/6 രാവിലെ 10:30 കോളേജിൽ വെച്ച് നടക്കും. താല്പര്യമുള്ളവർ യോഗ്യത, വയസ്സ് ഇതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിലെ ഓഫീസിലാണ് എത്തിച്ചേരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി 3ാമത്തെ നോട്ടിഫിക്കേഷനും നമുക്ക് നോക്കാം. 3ാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് 3ാമത്തെ നോട്ടിഫിക്കേഷൻ 4/6/2026 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ വനിതാ ഹോസ്റ്റലിലേക്ക് തന്നെയാണ്. ദിവസവേതനാടിസ്ഥാനത്തിൽ മേട്രൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ. താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ. പിന്നെ 10ാം ക്ലാസ് ആണ് ഇതിലേക്ക് മിനിമം യോഗ്യത. 40-നും 60-നും ഇടയിലായിരിക്കണം പ്രായം. വനിതാ വിദ്യാർത്ഥികൾക്കാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. 17/6/2026 രാവിലെ 10:30 കോളേജ് വെച്ച് നടക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തസ്തികയിൽ പരിചയം ഉണ്ടെങ്കിൽ, പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അത് അഭിലഷണീയ യോഗ്യതയായിട്ട് പരിഗണിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വയസ്സ് ഇതൊക്കെ തെളിയിക്കുന്ന രേഖകളൊക്കെ ആയിട്ട് അസൽ രേഖകളും ഫോട്ടോ കോപ്പി ആയിട്ട് ഈ പറയുന്ന ഡേറ്റിൽ 10:30 കോളേജ് ഓഫീസിൽ എത്തിച്ചേരും. 17/6/2026. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. താങ്ക് യു.